Dear students, welcome to Learner's World. In this video, I'm going to talk about The Queen of Trees by Mark Dibble and Victoria Stone, VSc Science, 3rd semester, Calcutta University. Summary of The Queen of Trees. The Queen of Trees is a nature documentary made by Mark Dibble and Victoria Stone, an award-winning filmmaking couple from Australia. The Cure of Trees, മരങ്ങളുടെ രാജ്ഞി. ഇതൊരു നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററിയാണ്. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മാർക്ക് ഡീബിളും വിക്ടോറിയ സ്റ്റോണുമാണ്. ഒരു അവാർഡ് വിന്നിംഗ് ഫിലിമാണ്. ഇവർ ഓസ്ട്രേലിയയിലെ ഒരു കപ്പിളാണ്, മാർക്ക് ഡീബിളും വിക്ടോറിയ സ്റ്റോണും. Released in 2005, this documentary is famous for its beautiful close-up shots and for revealing how every living thing in nature is connected, no matter how small or large. 2005 ഈ ഒരു നേച്ചർ റിലേറ്റഡ് ഡോക്യുമെൻ്ററി റിലീസ് ചെയ്യുന്നത്. ഈ ഒരു ഡോക്യുമെൻ്ററിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലോസപ്പ് ഷോട്ട്സ് ആണ്. ഈ ഒരു ക്ലോസപ്പ് ഷോട്ട്സിൽ റിവീൽ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ പ്രകൃതിയിലെ ചെറിയ ക്രിയേച്ചർ മുതൽ വലിയ ക്രിയേച്ചർ വരെ, അതായത് ചെറിയ ജീവജാലങ്ങൾ മുതൽ വലിയ ജീവജാലങ്ങൾ വരെ എങ്ങനെയാണ് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്നത്, ഒരു ആവാസ വ്യവസ്ഥയായിട്ട് മാറിയിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു പ്രകൃതിയിൽ ചെറുതാണോ വലുതാണോ ഇതിനൊന്നും പ്രാധാന്യമില്ല. ഓരോ ജീവജാലവും ഇൻ്റർ കണക്റ്റഡ് ആണ്, അവർ പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി ഈസ് ദ സൈക്കോമോർഫിക് ട്രീ ഫൗണ്ട് ഇൻ ആഫ്രിക്കൻ സാവന്ന. അപ്പോൾ ഇതിലെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് സൈക്കോമോർഫിക് ട്രീ ആണ്. സൈക്കോമോർഫിക് ട്രീ എന്ന് പറയുന്നത് അത്തിമരം. ഇത് ആഫ്രിക്കൻ സാവന്നയിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ദ ട്രീ ഈസ് ഓഫൺ കോൾഡ് ദ ക്യൂൻ ഓഫ് ട്രീസ് ബിക്കോസ് ഇറ്റ് പ്ലേസ് എ സെൻട്രൽ ലൈഫ് ഗിവിംഗ് റോൾ ഇൻ ഇറ്റ്സ് എക്കോസിസ്റ്റം. അപ്പോൾ ഈ ഒരു ട്രീനെ വിളിക്കുന്നത് ദ ക്യൂൻ ഓഫ് ട്രീസ് എന്നുള്ളതാണ്, മരങ്ങളിലെ രാജ്ഞി എന്നുള്ളതാണ്. അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഇതാണ് ഈ ഒരു ആവാസ വ്യവസ്ഥയുടെ സെൻട്രലായിട്ട് നിലകൊള്ളുന്നത് ഈ ഒരു സൈക്കോമോർ ട്രീ ആണ്, ഫിഗ് ട്രീ ആണ്. ഇത് മറ്റുള്ള ഈ ഒരു ജൈവവൈവിധ്യത്തിന് ലൈഫ് ഗിവിംഗ് ആണ് ഈ ഒരു സൈക്കോമോർഫിക് ട്രീ. അതായത് മറ്റുള്ള ചെറുതും വലുതുമായിട്ടുള്ള ജീവജാലങ്ങൾ, ആനിമൽസ്, ഇൻസെക്ട്സുകൾ, പ്ലാന്റ്സ്, ഇതൊക്കെ ഈ ഒരു സൈക്കോമോർഫിക് ട്രീയുമായിട്ട് ഡിപ്പെൻഡഡ് ആണ്. ദ സൈക്കോമോർഫിക് ഈസ് വാട്ട് സയൻറ്റിസ്റ്റ് കോൾ എ കീസ്റ്റോൺ സ്പീഷ്യസ്. ഈ ഒരു ഫിഗ് ട്രീനെ, ഈ ഒരു അത്തിമരത്തിനെ സയൻറ്റിസ്റ്റുകൾ വിളിക്കുന്നത് കീസ്റ്റോൺ സ്പീഷ്യസ് ആണ്. കീസ്റ്റോൺ സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനും സന്തുലിതാവസ്ഥയ്ക്കും നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു ജീവിവർഗമാണ് കീസ്റ്റോൺ സ്പീഷ്യസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഫിഗ് ട്രീ ആണ് കീസ്റ്റോൺ സ്പീഷ്യസ്. അതായത് ഈ ഫിഗ് ട്രീ മൂലം അവിടെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ജീവജാലങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫുഡ് ആവശ്യത്തിന്, അതുപോലെ ഷെൽട്ടർ ആവശ്യത്തിന് ഒക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു സെൻട്രലായിട്ട് ഈ ഒരു ഫിഗ് ട്രീ നിലകൊള്ളുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ലൈക്ക് ദ ടോപ്പ് സ്റ്റോൺ ഇൻ ആൻ ആർച്ച്. ഇഫ് യു റിമൂവ് ഇറ്റ് ദ എൻ്റർ സ്ട്രക്ചർ കൊളാപ്സസ്. ഇതിനർത്ഥം അതായത് ഇപ്പോൾ നമ്മൾ വലിയൊരു മേൽക്കൂരയുടെ മുകളിലിരിക്കുന്ന കല്ല് വളരെ പ്രാധാന്യം നൽകിയതാണ്. ആ കല്ല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ താഴേക്കെല്ലാം കൂടെ കൊളാപ്സ് ചെയ്യും. അതുപോലെ തന്നെയാണ് ഈ ഫിഗ് ട്രീയുടെ കാര്യം. ഈ ഫിഗ് ട്രീ എന്ന് പറയുന്നത് ആ ഒരു ആവാസ വ്യവസ്ഥയുടെ സെൻട്രൽ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ ഫിഗ് ട്രീ വാനിഷ് ആയാൽ, ഇല്ലാതായി കഴിഞ്ഞാൽ ബാക്കിയുള്ള ജീവജാലങ്ങളെ അത് എഫക്റ്റ് ചെയ്യും. അവരും ഇതോടുകൂടി ഇല്ലാതാകുമെന്നാണ് പറയുന്നത്. If this tree disappeared, many other animals and plants that depend on it would also vanish. അതായത് ഈ ഒരു ഫിഗ് ട്രീ ഡിസപ്പിയർഡ് ആയാൽ ഒരുപാട് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതും ഇതോടുകൂടെ ഇല്ലാതാകും. The tree provides food, shelter and home to countless species from tiny insect to big mammals. അപ്പോൾ ഈ ഒരു ട്രീ ഒരുപാട് ജീവജാലങ്ങൾക്ക് ഫുഡ്, ഷെൽറ്റർ ഒക്കെ നൽകുന്നുണ്ട്. കൗൺലെസ് സ്പീഷീസ്, എണ്ണമറ്റ ജീവജാലങ്ങൾക്കാണ് ഇത് നൽകുന്നത്. ചെറിയ പ്രാണികൾ മുതൽ വലിയ മാമൽസ് വരെയുള്ള ജീവജാലങ്ങൾക്കാണ് ഇത് ലൈഫ് ഗിവ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ട്രീ, ഇറ്റ്സ് എ ഹോൾ ലിവിങ് വേൾഡ് ബൈ ഇറ്റ് സെൽഫ്. ഇത് വെറും ഒരു മരം മാത്രമല്ല, ഇത് എല്ലാ ജീവജാലങ്ങൾക്കും ജീവിതം നൽകുന്ന ഒന്നാണ്. The most amazing part of the documentary is the special relationship between a sycamore fig tree and a tiny insect called the fig wasp. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററിയിലെ
പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേസിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൽ സൈക്കോമോർഫിക് ട്രീയും അത്തിമരവും ഒരു ടിനി ഇൻസെക്റ്റ് ഉണ്ട്, ഒരു പ്രാണിയുണ്ട്, അതിൻ്റെ പേരാണ് ഫിഗ് വാസ്പ്. ഒരു അത്തിക്കടന്നലും അത്തിമരവും തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു റിലേഷൻഷിപ്പാണ് ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദയർ റിലേഷൻഷിപ്പ് ഈസ് എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് മ്യൂച്വലിസം. അപ്പോൾ ടു സ്പീഷീസ് ഹെൽപ്പ് ഈച്ച് അതർ സർവൈവ്. ഇവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മ്യൂച്വലിസമാണ്. രണ്ടുപേരും പരസ്പരം സഹായിക്കുന്നുണ്ട്. അതായത് അത്തിമരത്തിൻ്റെ ഫ്ലവേഴ്സിൽ ഫ്ലവറിനെ പരാഗണം നടത്താൻ ഈ ഒരു അത്തിക്കടന്നൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത്തിക്കടന്നലിനെ തൻ്റെ മുട്ടകൾ വിരിയിച്ച് കുഞ്ഞുങ്ങളെ സേഫായിട്ട് വെക്കാൻ ഈ ഒരു അത്തിമരവും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ ട്രീസ് ഫ്ലവേഴ്സ് ആർ ഹിഡൻ ഇൻസൈഡ് ദ ഫിഗ് ഫ്രൂട്ട്. അതായത് ഈ അത്തിമരത്തിൻ്റെ ഫ്ലവേഴ്സ് ഈ ഒരു അത്തീൻ്റെ ഫ്രൂട്ടിൻ്റെ ഉള്ളിലാണ്, അത്തിപ്പഴത്തിൻ്റെ ഉള്ളിലാണ് ഇത് ഒളിഞ്ഞു നിൽക്കുന്നത്. ഓൺലി ദ ഫീമെയിൽ ഫിഗ് വാസ്പ് ക്യാൻ ക്രോൾ ഇൻസൈഡ് ദ ടിനി ഓപ്പണിംഗ് ടു പോളിനേറ്റ് ദം. അതായത് ഒരു ഫീമെയിൽ ഫിഗ് വാസ്പിന്, ഒരു പെണ്ണായിട്ടുള്ള അത്തിക്കടന്നലിന് മാത്രമേ ഈ ഒരു അത്തിമരത്തിൻ്റെ ഫ്രൂട്ടിൽ കയറി അതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ പോയിട്ട് പോളിനേറ്റ്, അതായത് പരാഗണം നടത്താൻ കഴിയുള്ളൂ. വിത്തൗട്ട് ദ വാസ്പ് നോ ന്യൂ ഫിഗ് ട്രീസ് വുഡ് ഗ്രോ. അതായത് ഈ ഒരു അത്തിക്കടന്നലില്ലെങ്കിൽ ഒരിക്കലും പുതിയ അത്തിമരം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. കാരണം പരാഗണം നടത്താൻ കഴിയില്ല. ദ വാസ്പ് lays her eggs inside the fig, giving her babies a safe place to grow and food to eat. അതുപോലെ തന്നെ അത്തിക്കടന്നൽ എന്ത് ചെയ്യും, തൻ്റെ മുട്ടകളൊക്കെ ഈ ഒരു അത്തിമരത്തിലാണ് കൊണ്ടുപോയി വെക്കുന്നതും, അതുപോലെ ബേബീസ് ഉണ്ടായാൽ അവരെ കെയർ ചെയ്യുന്നതും ഫുഡ് കൊടുക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അത്തിക്കടന്നലിനും അത്തിമരത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. വിത്തൗട്ട് ദ ഫിഗ് ട്രീ ദ വാസ്പ് സ്പീഷീസ് വുഡ് ഡൈ ഔട്ട്. അതായത് ഈ ഫിഗ് ട്രീ ഇല്ലെങ്കിൽ, അത്തിമരം ഇല്ലെങ്കിൽ ഒരു പക്ഷേ അത്തിക്കടന്നലിൻ്റെ ആ ഒരു സ്പീഷീസ് തന്നെ ഇല്ലാതാകും. This beautiful, delicate relationship shows how even the smallest creature can have a huge impact on the natural world. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ചെറിയ ഒരു ക്രിയേച്ചർ എങ്ങനെയാണ് ഈ ഒരു പ്രകൃതിയിൽ എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ചെറിയ ക്രിയേച്ചർ പോലും. The sycamore tree bears fruit several times a year. It becomes a constant food source for many animals. അതുപോലെ ഈ ഒരു അത്തിമരം ഒരു വർഷത്തിൽ ഒരുപാട് തവണ ഫ്രൂട്ട്സ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരുപാട് ആനിമൽസിന് ഭക്ഷണത്തിൻ്റെ ഒരു സോഴ്സ്, ഒരു ഉറവിടമായിട്ട് മാറുന്നുണ്ട്. ബേർഡ്സ് ഈറ്റ് ദ റൈപ്പ് ഫിഗ്സ് ആൻഡ് സ്പ്രെഡ് ദ സീഡ്സ് ഫാർ ആൻഡ് വൈഡ്. ബേർഡ്സ് എന്ത് ചെയ്യും, ഈ ഒരു അത്തിപ്പഴം കഴിച്ച് അതിൻ്റെ സീഡ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ എറിയും. മങ്കീസ്, എലഫൻസ് ആൻഡ് ബാറ്റ്സ് ഓൾസോ ഫീഡ് ഓൺ ദ ഫ്രൂട്ട്. അതുപോലെ മങ്കീസ്, എലഫൻസ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അത്തിപ്പഴം കഴിക്കുന്നുണ്ട്. ഇൻസെക്ട്സ്, സ്പൈഡേഴ്സ് ആൻഡ് റെപ്റ്റൈൽസ് ലിവ് ഇൻ ഇറ്റ്സ് ബാർക്ക് ആൻഡ് ബ്രാഞ്ചസ്. അതുപോലെ പ്രാണികൾ, സ്പൈഡേഴ്സ്, ചിലന്തികൾ, അതുപോലെ റെപ്റ്റൈൽസ് മീൻസ് ഇഴജീവികൾ, ഇവരൊക്കെ ഇതിൻ്റെ ബ്രാഞ്ചസിൽ, ഇതിൻ്റെ ശിഖരങ്ങളിലൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. ഈവൻ predators like snakes come to hunt smaller animals living around the tree. Predators means വേട്ട ചെയ്യുന്ന മൃഗങ്ങൾ. വേട്ടമൃഗമാണ്. ഇവരെന്ത് ചെയ്യും, ഈ ട്രീയിലുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ ഇവർ വേട്ടയാടി ഭക്ഷിക്കും. ദിസ് മേക്സ് ദ sycamore fig tree the center of a complex web of life. അപ്പോൾ ഈ ഒരു ആവാസ വ്യവസ്ഥയുടെ സെൻട്രൽ പൊസിഷനിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ഒരു സൈക്കോമോർ ഫിഗ് ട്രീ. ദ ഫിലിംസ് മെയിൻ മെസ്സേജസ് അബൌട്ട് ഇൻ്റർഡിപെൻഡൻസ്, ഹൗ ഓൾ ലിവിങ് തിങ്സ് ഇൻ നേച്ചർ ഓർ ലിങ്ക് ടുഗദർ ലൈക്ക് ത്രെഡ്സ് ഇൻ എ വെബ്. അപ്പോൾ ഈ ഒരു ഫിലിമിൻ്റെ മെയിൻ മെസ്സേജ് എന്ന് പറയുന്നത് ഇൻ്റർഡിപെൻഡൻസ് ആണ്. അതായത് ഈ ഒരു നേച്ചറിൽ, ഈ ഒരു പ്രകൃതിയിൽ എല്ലാം ഒരു സ്മോൾ ക്രിയേച്ചർ മുതൽ ലാർജ് ക്രിയേച്ചർ വരെ ഇൻ്റർ കണക്റ്റഡാണ്. അവരൊക്കെ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് പരസ്പരം സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നവരാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണ്, അതായത് ഇവരൊക്കെ ഒരു ത്രെഡ്സ് ഇൻ എ വെബ്, അതായത് ഒരു വലയുടെ ഒരു നൂല് പോലെയാണ് ഇവരെല്ലാം. ഇഫ് വൺ ത്രെഡ് ബ്രേക്സ് ദ ഹോൾ വെബ് ബിക്കംസ് വീക്കർ. അതിലൊരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും അതുമൂലം നശിക്കും. അതായത് ഈ ഒരു ഫിഗ് ട്രീനെ എടുത്തു കഴിഞ്ഞാൽ, ഫിഗ് ട്രീ എന്ന് പറയുന്നത് എല്ലാവർക്കും ഷെൽട്ടറാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ഷെൽട്ടറാണ്, ഫുഡ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ഇല്ലാതായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആവാസ വ്യവസ്ഥനെയും ഇത് ബാധിക്കും എന്നാണ് പറയുന്നത്.
The documentary reminds us that even the smallest creatures like the fig wasp are important. അതുപോലെ ഈ ഡോക്യുമെൻ്ററി നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതായത് വളരെ ചെറിയൊരു ക്രിയേച്ചറാണ് ഈ ഒരു ഫിഗ് വാസ്പ്, ഈ ഒരു അത്തിക്കടന്നൽ എന്ന് പറയുന്നത്. അതുപോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊട്ടക്റ്റിംഗ് വൺ സ്പീഷീസ് ഹെൽപ്പ് മെനി അതർ സർവൈവ്സ്. അതായത് ഒരു സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലൂടെ ഒരുപാട് സ്പീഷീസിന് ഇതിലൂടെ സർവൈവ് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ ഈ ഫിഗ് ട്രീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഒരു വലിയ സ്മോൾ ക്രിയേച്ചേഴ്സ് മുതൽ ലാർജ് ക്രിയേച്ചേഴ്സ് വരെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. ഹ്യൂമൻസ് മസ്റ്റ് റെസ്പെക്റ്റ് ആൻഡ് പ്രൊട്ടക്ട് നേച്ചേഴ്സ് ബാലൻസ് ടു കീപ്പ് അവർ പ്ലാനറ്റ് ഹെൽത്തി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റെസ്പെക്റ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ നേച്ചറിനെ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം. നമ്മളെ പ്ലാനറ്റ് ഹെൽത്തി ആയിരിക്കാണ്, അല്ലെങ്കിൽ ഈ നേച്ചറിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ ബാലൻസ് ചെയ്യാൻ ഇതൊക്കെ നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.